രഞ്ജുവാണ് ലൂസംബൂർഗിലേക്ക് സ്വാഗതം. മെയ് 1 മുതൽ തായ്ലൻഡിലേക്ക് പോകുന്നവർ നിർബന്ധമായിട്ട് TDSC രജിസ്റ്റർ ചെയ്യണം എന്ന് മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. മെയ് 1 മുതൽ നിർബന്ധമാണ് TDSC എന്നുള്ളത്. അത് നമ്മൾ മലേഷ്യക്കൊക്കെ പോകുമ്പോഴുള്ള അറൈവൽ കാർഡിന്റെ ഏകദേശം സെയിം ആയിട്ടുള്ള കാര്യമാണ്. അത് അവിടുത്തെ ഇമിഗ്രേഷനിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വെബ്സൈറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വെബ്സൈറ്റിൽ പോകുന്നു. അപ്പോൾ അവരുടെ പോർട്ടലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ ട്രിപ്പ് ഡീറ്റെയിൽസ് കൊടുക്കണം, അറൈവൽ, ഡിപ്പാർച്ചർ, അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്, അത് കഴിഞ്ഞ് നമ്മൾ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം. പട്ടായയിലും ബാങ്കോക്കിലുമാണ് താമസിക്കുന്നതെങ്കിൽ ആദ്യം ചെല്ലുന്ന ഹോട്ടൽ ഡീൽസ് ആണ് നമ്മൾ നോർമലി കൊടുക്കാറുള്ളത്. ഇപ്പോൾ പട്ടായയിലാണെങ്കിൽ പട്ടായയിലെ ഹോട്ടലിലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അത് പ്രത്യേകിച്ച് പ്രൊവിൻസ് ഏതാണെന്ന് നമ്മൾ നോക്കി വെക്കണം. ഡിസ്ട്രിക്ട്, സബ് ഡിസ്ട്രിക്ട്, അഡ്രസ്സ്, ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട്. ഇപ്പം ഓൺലൈനിൽ നോക്കിയിട്ട് ഇതിൻ്റെ പ്രൊവിൻസും ഡിസ്ട്രിക്റ്റും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് ഇത് രജിസ്റ്റർ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹെൽത്ത് ഡിക്ലറേഷൻ ആണ് നോർമലി ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊടുത്തിട്ട് നമ്മൾ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാസഞ്ചർ, നമ്മുടെ കൂടെ വരുന്ന പാസഞ്ചർ ഡീറ്റെയിൽസ് ഇതേപോലെ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ ID അവിടെ ചോദിക്കും. ഇമെയിൽ ID കൊടുത്തിട്ട് അത് ഓക്കെ ആണെന്ന് ചോദിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോഴും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ മെയിൽ ID കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ മെയിലിലേക്ക് ഇതിന്റെ കൺഫർമേഷനും അറ്റാച്ച്മെന്റും വരും. ഈ അറ്റാച്ച്മെന്റ് സേവ് ചെയ്തിട്ട് അവിടെ ഇറങ്ങുമ്പോൾ എമിഗ്രേഷനിൽ കൊടുത്താൽ മാത്രം മതിയാവും. വളരെ ഈസിയാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസിറ്റ് പോകുന്നവർ ഇത് ചെയ്യേണ്ടതില്ല. നമ്മുടെ ലെഷറിനും അല്ലാതെ ബാക്കി ബിസിനസ്സും അല്ലെങ്കിൽ ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നവർ മാത്രം, ലോങ് സ്റ്റേ ആയിട്ട് പോകുന്നവർ മാത്രം ഇത് ചെയ്താൽ മതിയാവും. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. റിയൽ ടൈം തന്നെ നമുക്ക് അപ്രൂവലൊക്കെ കിട്ടും. വെയിറ്റ് ചെയ്യേണ്ടതില്ല അപ്രൂവലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഞാൻ ചെയ്യുന്ന ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഡേറ്റ എല്ലാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ഇതിലിരിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട്, ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു പോകാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു, ബൈ.